ജപ്പാൻ കൊറിയൻ കടലിടുക്കിൽ എത്രയോ നൂറുകണക്കിന് അമേരിക്കൻ വിമാനം രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണു. ബിൽ ക്ലിൻ്റൺ പ്രസിഡൻ്റായിരുന്നപ്പോൾ ആരാണ്ട് സജസ്റ്റ് ചെയ്തു, പഴയ വിമാനങ്ങളെ പൊക്ക്, എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ പുതിയ വിമാനം മേടിക്കുന്നതിനേക്കാൾ, പുതിയ വിമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ 2 മടങ്ങ് ചിലവാണ് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഴയതിനെ പൊക്കുന്നത്. അത് വീണത് പോയെന്നേ, അതിൻ്റെ പകുതിയുടെ പകുതി മതിയെന്നേ, അതിനേക്കാൾ നല്ലതുണ്ടാക്കാൻ. ആ വീണത് പൊക്കാൻ അമേരിക്കയ്ക്കൊരു പ്രോഗ്രാം ഇല്ല. എന്നാൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി നിന്നെ സഹോദരനെ വീണ്ടെടുക്കാൻ, നിന്നെ സഹോദരനെ വീണ്ടെടുക്കാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നീ ഭയപ്പെടുന്നത് സംഭവിക്കയില്ല. നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വിരലുകളെ എൻ്റെ കർത്താവ് മടക്കുവാൻ പോകുന്നു. നിനക്ക് നേരെ ശബ്ദിക്കുന്ന നാവുകളെ എൻ്റെ ദൈവം മിണ്ടാതാക്കാൻ പോകുന്നു. വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപ. 900 പാപവും കുറവും കുറ്റവും നിനക്കൊണ്ടെന്ന് ചെകുത്താനും മനുഷ്യനും പറഞ്ഞാലും യേശുവിന്റെ രക്തം സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം പറയുന്നു. സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ട് അല്ല, റിസർവ് ബാങ്കിന്റെ കറൻസി അല്ല. വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലയേറിയ തന്റെ വിലയേറിയ രക്തത്താൽ, ഇമ്മാനുവേലിന്റെ സിരകളിൽ ഒഴുകിയ വിലയേറിയ രക്തത്താൽ നിന്നെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു.